ഹായ് എവരിവൺ, ടീം ആൻഡ്രോന്റെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NDAയുടെ SSB ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടാണ്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് കേഡറ്റുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് SSB ഇന്റർവ്യൂ. അപ്പം നമുക്ക് നോക്കാം എന്താണ് SSB ഇന്റർവ്യൂ എന്നുള്ളത്. വാട്ട് ഈസ് SSB ഇന്റർവ്യൂ? SSB അതായത് സർവീസ് സെലക്ഷൻ ബോർഡ്, ഇതാണ് SSB എന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ആർമഡ് ഫോഴ്സിലേക്ക് കേഡറ്റുകളെ സെലക്ട് ചെയ്യുന്ന SSB അതായത് സർവീസ് സെലക്ഷൻ ബോർഡ് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആണ് SSB ഇന്റർവ്യൂ. അപ്പോൾ ഈ ഇന്റർവ്യൂവിൽ ചെക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി, ലീഡർഷിപ്പ്, അതേപോലെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് 5 days ആണ്. അതായത് ഈ ഇന്റർവ്യൂവിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 days ആണ്. അപ്പോൾ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബിഗ് പ്രോസസ് ആണ് SSB ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഉടനീളമുള്ള SSB സെന്റേഴ്സിൽ ഈ ഒരു ഇന്റർവ്യൂ നടന്നു വരാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് SSB ഇന്റർവ്യൂ, അതായത് SSB ഇന്റർവ്യൂയുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ലക്ഷ്യങ്ങളെന്ന്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു സെലക്ട് കാൻഡിഡേറ്റ്സ് ഹൂ പൊസസ് വിത്ത് ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ്, അതായത് ഓഫീസർ റാങ്കിലേക്ക് അനുയോജ്യമായിട്ടുള്ള കേഡറ്റുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അസസ് മെൻ്റൽ, ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ബാലൻസ്, അതായത് നിങ്ങളുടെ മെൻ്റൽ ആയിട്ടുള്ളതും ഫിസിക്കൽ ആയിട്ടുള്ളതും ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഇവാക്യുലേറ്റ് ലീഡർഷിപ്പ്, ടീം വർക്ക്, റെസ്പോൺസിബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ്, നിങ്ങളുടെ ഈ എല്ലാ കാര്യങ്ങളും അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് SSBയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഇന്റർവ്യൂവിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. ഓരോ ദിവസവും എന്തൊക്കെ പ്രോസസ്സാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നടക്കുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഡേയിൽ വരുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റ്. ദെൻ തേർഡ് ആൻഡ് ഫോർത്ത് ഡേയിൽ വരുന്നത് ഗ്രൂപ്പ് ടാസ്ക് ആണ്, അതായത് ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ തുടർന്ന് 5 days, അതായത് നിങ്ങളുടെ ഇന്റർവ്യൂയുടെ അവസാന ദിവസം പേഴ്സണൽ ഇന്റർവ്യൂ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഡേ 1 സ്ക്രീനിങ് ടെസ്റ്റ്, അതായത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് OIR ഓഫീസർ ഇന്റലിജൻസ് റേറ്റിംഗ് ടെസ്റ്റ്. അപ്പോൾ ഇതിൽ വരുന്നത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അപ്പോൾ സെക്കൻഡ് വൺ PPDTയിൽ വരുന്നത് സ്റ്റോറി റൈറ്റിംഗ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ ഇത് രണ്ടുമാണ് ഫസ്റ്റ് ഡേയിൽ വരുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് ഡേയിൽ നോക്കുകയാണെങ്കിൽ തീമാറ്റിക് അപ്പർ സെക്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്, അതേപോലെ സെൽഫ് ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് സെക്കൻഡ് ഡേയിൽ വരുന്നത് പറഞ്ഞത്. ഇനി തേർഡ് ആൻഡ് ഫോർത്ത് ഡേയിൽ നോക്കുകയാണെങ്കിൽ GTO ടാസ്ക്, അതായത് ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ടാസ്ക് ആണ് വരുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ടാസ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ ഗ്രൂപ്പ് പ്ലാനിങ് എക്സസൈസ്, പ്രോഗ്രസീവ് ഗ്രൂപ്പ്, അതേപോലെ ഹാഫ് ഗ്രൂപ്പ് ടാസ്ക്, കമാൻഡ് ടാസ്ക്, ഇൻഡിവിജ്വൽ ഒബ്സ്റ്റിക്കിൾസ്, ഇത്രയുമാണ് ഡേ 3 and 4 വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഡേ 5, അതായത് ലാസ്റ്റ് ഡേയിലെ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഡേ 5 എന്ന് പറയുന്നത് പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. അതായത് ഒരു ഓഫീസർ, അതായത് നിങ്ങളുടെ 1-on-1 വിത്ത് സീനിയർ ഓഫീസർ, ഒരു സീനിയർ ഓഫീസറോടൊപ്പം ആയിരിക്കും നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫാമിലി ആവാം, എഡ്യൂക്കേഷൻ ആവാം, ഹോബീസ്, ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ്, ഈ ഒരു ടോപ്പിക്കിലെ ഏത് സബ്ജക്റ്റ് വെച്ച് നിങ്ങൾക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. SSB ഇന്റർവ്യൂയിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജനറൽ അവയർനെസ്, അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിങ്ങളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യണം. അതേപോലെ ജനറൽ അവയർനെസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് നോളജ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രാക്ടീസ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്, റൈറ്റിംഗും സ്പീക്കിങ്ങും നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുക. ഈ ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾക്കത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. തേർഡ് വൺ എന്ന് പറയുന്നത് സ്റ്റേ ഫിസിക്കലി ഫിറ്റ് ആൻഡ് മെന്റലി സ്ട്രോങ്. ഇത് നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. നിങ്ങൾ ഫിസിക്കലി മെന്റലി നന്നായിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് ബി ഹോണസ്റ്റ് ആൻഡ് നാച്ചുറൽ, ഡോണ്ട് ആക്ട് ഫേക്ക്, അതായത് ഫേക്കായിട്ട് ആക്ട് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല, നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. അതാണ് ഈ ഇന്റർവ്യൂവിന് അവർ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ പേഴ്സണാലിറ്റി നോട്ട് പെർഫെക്ഷൻ,
ഇവിടെ നിങ്ങളുടെ പെർഫെക്ഷൻ അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിത്വമാണ്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ SSBയുടെ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത്. ഇത് നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 5 ഡേയ്സിലുള്ള പ്രോസസ്സ്, അതേപോലെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനുള്ള ടിപ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ പുതിയ 2 പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി നമ്മുടെ ടെലഗ്രാം ചാനലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ ഡെയിലി മോക്ക് ടെസ്റ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, നോട്ടിഫിക്കേഷൻസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വാട്സപ്പ് ചാനലാണ്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ഇതിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ് ഈ ഒരു ചാനലിൽ. സോ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പേഴ്സ് ആണിത്. ഇതിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ സെക്ഷനുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.